നയോമിയെ കയറ്റിയ പ്രോഡോ കാറും അതിന്റെ മുമ്പേ ഡ്രൈവറെ കയറ്റിക്കൊണ്ടുപോയ കാറും ഫാക്ട് ജംഗ്ഷനിൽ എത്തുമ്പോഴേക്കും ജംഗ്ഷന്റെ ഇരുവശത്തു കൂടിയും വന്ന വാഹനങ്ങൾ 2 കാറുകൾക്കും തടസ്സമായി നിന്നു. അതിൽ ഒരെണ്ണം പോലീസ് ഉദ്യോഗസ്ഥർ കയറിയ ബൊളറോ ജീപ്പായിരുന്നു. പിന്നിലുണ്ടായിരുന്ന പ്രാഡോ കാർ റിവേഴ്സ് എടുക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. അതിന്റെ തൊട്ടു പിന്നിൽ അഷ്ടമൂർത്തിയുടെ കാർ വന്ന് ബ്രേക്കിട്ട് കഴിഞ്ഞിരുന്നു. അഷ്ടമൂർത്തിയുടെ കാറിൽ നിന്ന് സർവീസ് റിവോൾവറുമായി ഡോണ്ടി ഇറങ്ങി വന്നു. പുറകെ അഷ്ടമൂർത്തിയും ജിംസന്റെ 2 സുഹൃത്തുക്കളും ഇറങ്ങി. പോലീസ് ജീപ്പിൽ നിന്ന് തോക്കുമായി ഏതാനും പോലീസുകാർ ഇറങ്ങി. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രാഡോ കാറിനെ നിമിഷ നേരത്തിനുള്ളിൽ വളഞ്ഞു. മുന്നിലെ കാറിലുണ്ടായിരുന്നവർ ഇറങ്ങിയോടാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് രക്ഷാമാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. ഇരുവശത്തും ഉയർന്ന മതിൽക്കെട്ടുകൾ, മുന്നിലും പുറകിലും പോലീസ്. ഓടാൻ ശ്രമിച്ചവർ പോലീസിന്റെ തോക്കിനു മുമ്പിൽ ചെറുത്തുനിൽപ്പ് കൂടാതെ കീഴടങ്ങി. ഡോണ്ടി സർവീസ് റിവോൾവറുമായി പ്രാഡോ കാറിന്റെ മുന്നിലേക്ക് വന്നു. കാറിന്റെ ചില്ലു താഴ്ത്താൻ അയാൾ ആംഗ്യം കാട്ടി. കാറിന്റെ ചില്ലുകൾ താഴ്ന്നു. ഡ്രൈവറുടെ ഇപ്പുറത്തെ സീറ്റിൽ ഗോപാൽ ഷെട്ടി ഇരിപ്പുണ്ടായിരുന്നു. ഇറങ്ങി വരാൻ തോക്കുകൊണ്ട് തന്നെ ഡോണ്ടി ആംഗ്യം കാട്ടി. ഡ്രൈവറോട് മറുവശത്തുകൂടി ഇറങ്ങാൻ പറഞ്ഞു. പിൻസീറ്റിൽ 2 പേരുടെ മധ്യത്തിലായി നയോമിയെ ഇരുത്തിയിരിക്കുന്നത് കണ്ടു. ഒരാളുടെ തോളത്തേക്ക് നയോമിയുടെ തല കുഴഞ്ഞു കിടക്കുകയാണ്. അവൾ ബോധരഹിതയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാമായിരുന്നു. ഡോണ്ടി മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് കാറിലിരിക്കുന്നവരുടെ ചിത്രങ്ങൾ എടുത്തു. അതിനുശേഷം എല്ലാവരോടും ഇറങ്ങി വരാൻ നിർദ്ദേശിച്ചു. നയോമിയെ താങ്ങി പിടിച്ചിറക്കാൻ അഷ്ടമൂർത്തിയും ജിംസണും മുമ്പോട്ട് വന്നു. അവളെ താങ്ങിയെടുത്ത് അഷ്ടമൂർത്തിയുടെ കാറിൽ കൊണ്ടുപോയി കിടത്തി. ഗോപാൽ ഷെട്ടി അല്ലേ? ഡോണ്ടി അപ്പോഴും മുൻസീറ്റിൽ ഇറങ്ങാതിരുന്ന ആളോട് ചോദിച്ചു. അതെ എന്ന് മറുപടി വന്നു. ഇറങ്ങി വരണം ഗോപാൽ, ഡോണ്ടി നിർദ്ദേശിച്ചു. ഗോപാൽ ഷെട്ടി ഡോർ തുറന്ന് ഇറങ്ങി. മറ്റു പോലീസുകാർ അവരുടെയെല്ലാം കൈകൾ പിടിച്ച് പുറകോട്ടാക്കി ചരടിട്ട് ബന്ധിപ്പിച്ചു. ഹേമലത ശങ്കറിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ നിങ്ങൾ, ബുദ്ധി രാക്ഷസൻ, ഡോണ്ടി അല്പം കളിയാക്കി. ഗോപാലിന് കൂസലൊന്നും ഉണ്ടായില്ല. വന്ന് ജീപ്പിലോട്ട് കയറിയാട്ടെ. ഗോപാൽ എതിർപ്പൊന്നും കൂടാതെ അനുസരിച്ചു. ഈ രംഗങ്ങളെല്ലാം ഡോണ്ടിയുടെ സഹപ്രവർത്തകൻ മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. പ്രാഡോ കാറിന്റെ ചാവി അതിന്റെ ഡ്രൈവറോട് ഡോണ്ടി തന്നെ വാങ്ങി. നയോമി ഇതൊന്നും അറിയാതെ അപ്പോഴും മയക്കത്തിലായിരുന്നു. കാറുകൾ 2 പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലൊക്കേഷൻ കാറിന്റെ ഡ്രൈവറെ കൂടി പോലീസ് വാഹനത്തിലേക്ക് മാറ്റി. 2 കാറുകളിലെയും ആളുകളുടെ ഫോണുകൾ ഡോണ്ടി പിടിച്ചെടുത്തു തൊണ്ടി മുതലാക്കി. ജിംസണും അഷ്ടമൂർത്തിയും ഡോണ്ടിയും കൂടി നയോമിയെ എടുത്ത് തങ്ങളുടെ വാഹനത്തിലേക്ക് മാറ്റി. പോലീസ് സംഘം ഗോപാൽ ഷെട്ടിയെയും കൊണ്ട് അവരുടെ ക്യാമ്പിലേക്ക് പോയി. ജിംസണും അഷ്ടമൂർത്തിയും ചേർന്ന് നയോമിയെ അവളുടെ വീട്ടിലെത്തിച്ചു. രാത്രി 11 മണി കഴിഞ്ഞ നേരത്ത് നയോമിയെ അഷ്ടമൂർത്തിയും മറ്റൊരാളും കൂടി താങ്ങിയെടുത്ത് കൊണ്ടുവരുന്നത് കണ്ട് സൗദാമിനിയും ജഗജിത്തും അന്താളിച്ചു പോയി. സുജിത മിന്നുമോളെയും കൂട്ടി നേരത്തെ തന്നെ ഉറക്കം പിടിച്ചിരുന്നു. ഒരു ചെറിയ തലചുറ്റല, ശരിയായിക്കോളും, അഷ്ടമൂർത്തി സൗദാമിനി അമ്മയെ സമാധാനിപ്പിച്ചു. ഉറക്കത്തിലായിരുന്ന ഉദയഭാനുവും കൃഷ്ണമ്മയും ഇതൊന്നും അറിഞ്ഞതേയില്ല. എന്താ സംഭവിച്ചത്? സൗദാമിനി അമ്മ ആരാഞ്ഞു. BP താണുപോയതാ, പെട്ടെന്ന് മയങ്ങി വീണു. ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. വീട്ടിൽ പോയി റിലാക്സ് ചെയ്യാൻ പറഞ്ഞയച്ചു. വേറൊരു കുഴപ്പമില്ല, അഷ്ടമൂർത്തി പറഞ്ഞു. ഇപ്പോഴും ബോധമില്ലാത്ത പോലെയാണല്ലോ. ഡോക്ടർ ഉറക്കമരുന്ന് കൊടുത്തിട്ടുണ്ട്. BP നോർമലായിട്ട് ഉണർന്നാൽ മതി. അതിനുവേണ്ടിയാ. ഉറങ്ങിക്കോട്ടെ, ശല്യപ്പെടുത്താനൊന്നും പോകണ്ട. സൗദാമിനി അമ്മയ്ക്ക് അത് കേട്ടപ്പോൾ സമാധാനമായി. അവൾ ഉണർന്നിട്ടേ ഞങ്ങളിവിടുന്ന് പോകുന്നുള്ളൂ. അഷ്ടമൂർത്തിയും ജിംസണും ഇരിപ്പുമുറിയിലെത്തി അവിടെ ഇരുന്നു. സൗദാമിനി അമ്മ അവർക്ക് കട്ടൻ കാപ്പി തിളപ്പിച്ചു കൊടുത്തു. അനിൽ ബാബു ഉറങ്ങിയിട്ടില്ലായിരുന്നു. അയാൾ സൗദാമിനി അമ്മയെ വിളിച്ച് എന്തൊക്കെയാണ് സംഭവം എന്ന് തിരക്കി. അഷ്ടമൂർത്തി പറഞ്ഞതെന്തോ അത് സൗദാമിനി അമ്മ അനിൽ ബാബുവിനോട് പറഞ്ഞു. ജിംസൺ ഇതിനിടയിൽ മുറ്റത്തേക്കിറങ്ങിപ്പോയി. അവിടെ നിന്നുകൊണ്ട് ഡോണ്ടിയെ വിളിച്ചു. ചോദ്യം ചെയ്യൽ തുടങ്ങിയോ എന്ന് അന്വേഷിച്ചു. അവനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു പോലീസ് കേസല്ല, എന്തെങ്കിലും അവകാശാധികാരങ്ങളുടെ പുനഃസ്ഥാപനമല്ല. ജിംസണ് അവൻ്റെ പെണ്ണിനെ തിരിച്ചു കിട്ടണം. അവൾ അണിഞ്ഞിരുന്ന മുഖംമൂടി അവളുടെ വിശ്വാസ്യതയ്ക്കും ഭാവി ജീവിതത്തിനും കോട്ടം വരുത്താത്ത വിധം ഊരിമാറ്റാൻ കഴിയണം. അവൾ ആരോടും ഒരു വെറുപ്പും ഭയവും വിദ്വേഷവും ഇല്ലാത്ത ശാന്തമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. കുറ്റവാളികളും ഗൂഢാലോചനകളും പ്രതികാര നടപടികളുമെല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം അപ്രധാനങ്ങളാണ്. നയോമി എപ്പോഴോ മയക്കം ഞെട്ടി ഉണർന്നു. മയക്കുമരുന്നിൻ്റെതായ ഒരാലസ്യം അവളുടെ ശ്വാസോച്ഛ്വാസത്തെ പോലും ബാധിച്ചിരുന്നു. മൂടൽ മഞ്ഞിലേക്കാണ് കണ്ണു തുറന്നതെന്ന് അവൾക്ക് തോന്നി. എവിടെന്നോ ഒരെത്തും പിടിയും കിട്ടിയില്ല. ജീവിച്ചിരിക്കുകയാണോ അതോ മരിച്ച് ആത്മാവായി തീർന്നോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഓർമ്മയും ബുദ്ധിയും നേരെ നിൽക്കുന്നില്ല. മെല്ലെ മെല്ലെ കണ്ണുകളിൽ നിന്ന് മൂടൽ മഞ്ഞ് നീങ്ങി. ബോധമണ്ഡലത്തിൽ നിന്ന് ഇരുൾ ചുരുളുകൾ മാഞ്ഞുപോയി. താൻ വീട്ടിനുള്ളിലാണ്, തൻ്റെ മുറിയിലാണ്. എങ്ങനെ ഇവിടെ എത്തി? ഓർമ്മ പതിയെ പതിയെ വ്യക്തമായിക്കൊണ്ടിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ് ലൊക്കേഷനിലെ കാറിൽ പോവുകയായിരുന്നു. ഡ്രൈവർ ബിജുവാണ് കാർ ഓടിച്ചിരുന്നത്. യാത്രാമധ്യേ ആരുടെയോ കാർ പെട്ടെന്ന് റോഡിലേക്ക് റിവേഴ്സ് വന്നു. ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ടു. റിവേഴ്സിൽ വന്ന കാറിലെ ഡ്രൈവറും മറ്റാളുകളും ഇറങ്ങി വന്ന് ബിജുവിനോട് വഴക്കിട്ടു. അയാളെ വലിച്ചിറക്കി. അത് ചോദ്യം ചെയ്ത തന്നോടും അവർ തട്ടിക്കയറി.
ദേഹോപദ്രവം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ താൻ പിന്നോട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ലൊക്കേഷനിലെ കാറിൻ്റെ പിന്നിൽ വന്നു നിന്ന കറുത്ത കാറിന് മുന്നിലേക്കാണ് താൻ ചെന്നത്. പൊടുന്നനെ തുറക്കപ്പെട്ട ഡോറിലിടിച്ച് താൻ നിന്നുപോയി. തുറന്ന ഡോറിനുള്ളിൽ നിന്നു നീണ്ടു വന്ന കൈകൾ തന്നെ പിടിച്ചു വലിച്ച് കാറിനുള്ളിലാക്കി. അടുത്ത നിമിഷം മുഖത്തേക്ക് എന്തോ ദ്രാവകം സ്പ്രേ ചെയ്തു. പിന്നെ ഒന്നും ഓർമ്മയില്ല. ആലോചിച്ചു നോക്കിയപ്പോൾ വീണ്ടും ദുരൂഹത. എങ്ങനെ ഇവിടെ? വീട്ടിൽ? കിടക്കയിൽ? ഇത് രാത്രിയോ പകലോ? തനിക്ക് പരിക്കുകൾ വല്ലതുമുണ്ടോ? അവൾ സ്വയം മനസ്സുകൊണ്ടും ചലനം കൊണ്ടും ഒരു ദേഹപരിശോധന നടത്തി. കുഴപ്പമൊന്നും തോന്നിയില്ല. ദിവസങ്ങൾ വളരെയധികം കഴിഞ്ഞുപോയോ? എത്ര ദിവസം മുമ്പായിരുന്നു ഏലൂർ ചൗക്കയിലെ ലൊക്കേഷനിൽ നിന്ന് കാറിൽ തിരികെ പോന്നത്? നയോമി എഴുന്നേറ്റു. ധരിച്ചിരുന്ന വേഷം നോക്കി. അഭിനയിക്കാൻ പുറപ്പെട്ടപ്പോൾ ഇട്ടിരുന്ന ചുരിദാർ തന്നെ. മുറിയിലൂടെ നടന്നിട്ട് അപാകതയൊന്നും തോന്നിയില്ല. താൻ ബലാത്കാരം ചെയ്യപ്പെട്ടോ എന്നായിരുന്നു അവളുടെ ഭയം. വാതിൽ തുറന്നു നോക്കിയപ്പോൾ സൗദാമിനിയമ്മ ഊണുമുറിയിൽ കസേരയിൽ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നത് കണ്ടു. അവർ തല തിരിച്ച് അവളെ നോക്കി. അമ്മേ, ഞാൻ. അമ്മയെന്താ? ചോദ്യങ്ങൾക്കൊന്നും ഒരർത്ഥവും രൂപവും ഉണ്ടായില്ല. മുരടനക്കിക്കൊണ്ട് അഷ്ടമൂർത്തി ലിവിംഗ് റൂമിൽ നിന്ന് അവിടേക്ക് വന്നു. അഷ്ടമൂർത്തിയെ കണ്ട് നയോമി അന്തം വിട്ടു. അങ്കിൾ എന്താ ഇവിടെ? നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തു കുഴപ്പം? ഒന്നുമില്ല. പെട്ടെന്ന് നിനക്കൊരു തലചുറ്റലുണ്ടായി. ഹോസ്പിറ്റലിൽ കാണിച്ച് ചെക്കപ്പ് ചെയ്തിട്ട് നിന്നെ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. എന്തെങ്കിലും വല്ലായ്മ തോന്നുന്നുണ്ടോ? സംഭാഷണം കേട്ട് ജിംസൺ സിറ്റൗട്ടിൽ നിന്ന് അകത്തേക്ക് കയറി വന്നു. എനിക്കൊന്നും മനസ്സിലായില്ല, നയോമി പറഞ്ഞു. അതുമാത്രമേയുള്ളൂ ഒരു വല്ലായ്മ. നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞങ്ങളെല്ലാവരും ഉണ്ടെന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞു? അത്രയും മനസ്സിലാക്കിയാൽ മതി. നിനക്കൊരാപത്തും വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇപ്പോൾ നയാമിക്ക് കാര്യം വ്യക്തമായി. താൻ ആക്രമിക്കപ്പെട്ടപ്പോൾ അഷ്ടമൂർത്തി തക്ക സമയത്ത് തന്നെ എത്തി ഇടപെട്ടിരിക്കും. എന്നാലും 2 കാറിലുണ്ടായിരുന്ന ഒരു സംഘത്തെ മുഴുവൻ കീഴ്പ്പെടുത്തി തന്നെ രക്ഷിക്കാൻ എങ്ങനെ കഴിഞ്ഞു? നയോമി പോയി കിടന്നുറങ്ങിക്കോ. നാളെ നേരം വെളുക്കുമ്പോഴേക്കും എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടും. അഷ്ടമൂർത്തി സംഭാഷണം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചു പറഞ്ഞു. ഞങ്ങളും പോവുകയാ. പേടിക്കാനൊന്നുമില്ല. സമാധാനമായിട്ട് ഉറങ്ങാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അഷ്ടമൂർത്തി പിന്തിരിഞ്ഞു. ജിംസൺ അവളെ നോക്കി മന്ദഹസിച്ചു. ഞങ്ങൾ നാളെ വരാം, അവൻ സൗമ്യമായി പറഞ്ഞിട്ട് അഷ്ടമൂർത്തിയോടൊപ്പം സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. സൗദാമിനിയമ്മ പോയി മുൻവാതിലടച്ചു വന്നു. നിനക്ക് എന്തെങ്കിലും അരുതായികയുണ്ടോ? തലവേദനയോ ശ്വാസം മുട്ടലോ എന്തെങ്കിലും? ഒന്നുമില്ല, നയോമി പറഞ്ഞു. നീ കുളിച്ചില്ലല്ലോ. ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഇനിയൊന്നും വേണ്ട. നയോമി മുറിയിൽ കയറി വാതിലടച്ചു. ക്രൈംബ്രാഞ്ച് DYSP മനുപ്രസാദിൻ്റെ ക്യാമ്പിൽ ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു. ഗോപാൽ ഷെട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ ചില കാര്യങ്ങൾ സമ്മതിച്ചു. നയോമിയെ തട്ടിക്കൊണ്ടുപോവുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. ആ ജോലി കൊട്ടേഷൻ സംഘത്തെയാണ് ഏൽപ്പിച്ചത്. പക്ഷേ നയോമിയെ തല്ലുകയോ കൊല്ലുകയോ ബലാത്സംഗം ചെയ്യുകയോ ആയിരുന്നില്ല ഉദ്ദേശം. ഫോർട്ട് കൊച്ചിയിൽ പഴയ ജൂതത്തെരുവിലുള്ള പഴയ ഗോഡൗണിലേക്ക് അവളെ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുക എന്നതു മാത്രമായിരുന്നു ലക്ഷ്യം. നയോമിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ബലാത്കാരം ചെയ്യുകയും വേണ്ടി വന്നാൽ കൊല്ലുകയും ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവളെ പിന്തിരിപ്പിക്കുക. ഹേമലത ശങ്കറുടെ മകൻ ഗൗതമും നയോമിയും തമ്മിലുള്ള അവിഹിത ബന്ധം അവസാനിപ്പിക്കുക എന്നതായിരുന്നു അതിനു പിന്നിലെ രഹസ്യ അജണ്ട. ഇത്രയും കാര്യങ്ങൾ ഗോപാൽ ഷെട്ടി സമ്മതിച്ചു. ഹേമലത ശങ്കറിന് ഇതിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ യാതൊരു ബന്ധവുമില്ലെന്നും അവരുടെ കാര്യസ്ഥൻ എന്ന നിലയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തൻ്റെ ബുദ്ധിയിലുദിച്ച ആശയമാണിതെന്നും ഗോപാൽ ഷെട്ടി സമർത്ഥിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾക്ക് ഇതൊന്നുമല്ല അറിയേണ്ടത്. ഇതിനു മുമ്പ് നയോമിയെ തട്ടിക്കൊണ്ടുപോയത് നിങ്ങളാണോ? അവളെ നിങ്ങൾ അന്ന് ബലാത്സംഗം ചെയ്തോ? കൊന്നുകളഞ്ഞോ? ശവം എന്തു ചെയ്തു? ഇതിനൊരു മറുപടി കിട്ടിയേ തീരൂ. ഡോണ്ടി മാളിയേക്കൽ ഗോപാൽ ഷെട്ടിയുടെ കണ്ണുകളിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു.